നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കളറിങ് ചെയ്യാനായിട്ട് നമ്മൾ ലെറ്റ്സ് യൂസ് ചെയ്യാറുണ്ടല്ലേ. സോ ഇപ്പോൾ ആഫ്റ്റർ എഫക്റ്റിലാണെങ്കിലും പ്രീമിയറിലാണെങ്കിലും ഏതിലാണ് നമ്മൾ ലെറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വെഡ്ഡിങ്ങിനും അതുപോലെ തന്നെ സിനിമാറ്റിക് വീഡിയോസിനൊക്കെ പറ്റിയ ലെറ്റ്സ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതോടൊപ്പം അത് എങ്ങനെ ഇട്ടിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇതിലുള്ളത്. സോ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ അങ്ങനെ ഞാൻ ആഫ്റ്റർ എഫക്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് വേണ്ട ഒരു ജസ്റ്റ് കാണിക്കേണ്ട ഒരു ഫയൽ ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ ഇനി കളർ ഗ്രേഡ് ചെയ്ത് എടുക്കാൻ പോണത്. സോ അതിനായിട്ട് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിലേക്ക് നമ്മൾ ലുമേട്രി കളർ ആഡ് ചെയ്യണം. ലുമേട്രി കളർ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ എഫക്റ്റ് ആൻഡ് പ്രീസെറ്റ്സിൽ ലുമേട്രി കളർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. സോ ലുമേട്രി കളർ വന്നു. ഇത് നേരെ ഡ്രാഗ് ചെയ്തിട്ട് ഈ വീഡിയോയിലേക്ക് ഇട്ട് കൊടുക്കാം. ആൻഡ് ലുമേട്രി കളർ വെച്ച് എങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കളർ ഗ്രേഡ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ മുകളിൽ കൊടുത്തേക്കാം. സോ അതിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സോ ഇനി ലെറ്റ്സ് ആഡ് ചെയ്യാനായിട്ട് ഈ ലുമേട്രിക്ക് ആഡ് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ക്രിയേറ്റീവ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ഈ ലുക്ക് നണ്ണൊന്ന് കിടക്കണുണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഇതിൽ ഇൻബിൽഡ് ആയിട്ടുള്ള കുറേ ലെറ്റ്സ് ഇവിടെ ഉണ്ട്. ഇതല്ലാതെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ബ്രൗസ് കൊടുക്കുക. ബ്രൗസ് കൊടുത്തിട്ട് എവിടെയാണോ നമ്മുടെ ഇത് നമ്മൾ നേരത്തെ ചെയ്തത് സേവ് ചെയ്ത് വെച്ചേക്കണത് അത് ഓപ്പൺ ആക്കുക. സോ ഞാൻ വെഡ്ഡിങ് ലെറ്റ്സ് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇതിൽ നമുക്ക് എല്ലാ ലെറ്റ്സും കാണാൻ പറ്റും. ആൻഡ് നമുക്ക് ഇതിന് ചേർന്ന ഒരു ലെറ്റ് എടുക്കുക. അപ്പൊ ഞാനിപ്പോൾ ഇതിൽ നേച്ചർ എടുത്തു വിചാരിച്ചോ. സോ നേച്ചർ എടുക്കുമ്പോൾ കണ്ടോ, അതായത് ആ ഗ്രീനിഷ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഗ്രീനറി സംഭവങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന ഒരു ലെറ്റാണിത്. സോ ഇപ്പൊ ഞാൻ ഇതാണ് എടുത്തതെന്നുണ്ടെങ്കിലും ബട്ട് ഇതിലും നമുക്ക് കുറച്ച് കറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സോ ഇതാണ് ഇപ്പൊ ഞാൻ വെച്ചേക്കണെന്നുണ്ടെങ്കിൽ ഇതിനിപ്പോ ബേസിക് കറക്ഷൻ എടുത്തിട്ട് ആദ്യം തന്നെ എക്സ്പോഷർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കോൺട്രാസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഹൈലൈറ്റ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ വൈറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. വൈറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ഇതുപോലെ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ താഴേക്ക് വന്നിട്ട് കർവ് എടുക്കുക. കർവ് എടുത്തിട്ട് കർവിൽ RGB കർവിൽ തന്നെ വൈറ്റ്, റെഡ്, ഗ്രീൻ, ബ്ലൂ ഇത്രയും 4 ഉണ്ട്. ഇത് 4 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ അതിനായിട്ട് വൈറ്റ്സ് ഒന്ന് കുറച്ച് കൊടുക്കുക. റെഡ് നമുക്ക് ഇതിപ്പോ ഒരു ഈവനിങ് വൈബ് ആയതുകൊണ്ട് റെഡ് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പൊക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഗ്രീനും മുകളിലേക്ക് കുറച്ച് പൊക്കി കൊടുക്കാം. ബ്ലൂവും അതുപോലെ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് കളർ ഗ്രേഡ് വരും. സോ ഇനിയിപ്പോ നമുക്ക് ഇതൊന്ന് നോക്കാം. ഇതിനു മുമ്പത്തെ എങ്ങനെയായിരുന്നു. ഇങ്ങനെ ഇരുന്ന വീഡിയോ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തു. ആ ഒരു ലെറ്റ് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ ആക്കി എടുത്തു. ഇനി നമുക്ക് ഇപ്പൊ ഈ ഒരു ലെറ്റ് അല്ല വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് വേറെ ലെറ്റ് വേണമെന്നുണ്ടെങ്കിൽ വേറെ ലെറ്റ് നമുക്ക് അതുപോലെ ഇഷ്ടമുള്ള ഞാൻ ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ച ഇഷ്ടമുള്ള ലെറ്റ് ഇതുപോലെ നമുക്ക് ആഡ് ചെയ്യാൻ ലുമേട്രി കളർ ആഡ് ചെയ്യുക. ക്രിയേറ്റീവ് എടുക്കുക, ബ്രൗസ് കൊടുക്കുക. ഇപ്പൊ ഞാൻ തന്നേക്കണേൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പൊ ഞാൻ സ്വീറ്റ് ഡ്രീംസ് എന്ന് പറഞ്ഞ് എടുത്തു. സോ കണ്ട ആ ഒരു ഇതുമായിട്ട് ലെറ്റ് വരും. സോ ഈ ലെറ്റ് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ല ഇനിയിപ്പോൾ വേറെ ലെറ്റ് വേണമെങ്കിൽ വേറെ ലെറ്റ് എടുക്കാം. അതുപോലെ നമുക്ക് അത്യാവശ്യം നല്ല ലെറ്റുകൾ ഇതിലുണ്ട്, കുഴപ്പമില്ലാത്തത്. സോ ഈ ഒരു ലെറ്റ് വേണമെങ്കിൽ ഈ ഒരു ലെറ്റ് എടുക്കാം. ഈ ഒരു ലെറ്റ് എടുത്തിട്ട് ഇതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ബേസിക് കറക്ഷനൊക്കെ ഒന്ന് എക്സ്പോഷറൊക്കെ ഒന്ന് കൂട്ടി, കോൺട്രാസ്റ്റൊക്കെ ഒന്ന് കൂട്ടി, ഹൈലൈറ്റ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഡ്രീമി എഫക്റ്റ് കൊടുക്കണമെങ്കിൽ ഡ്രീമി എഫക്റ്റ് കൊടുക്കാം. അങ്ങനെ എന്തൊക്കെ നമുക്ക് ഇതിൽ ചെയ്യണോ അതൊക്കെ നമുക്ക് ചെയ്ത് നമുക്ക് ഇത് അടിപൊളിയാക്കാൻ പറ്റും. ആൻഡ് ഡ്രീമി എഫക്റ്റ് എങ്ങനെ കൊടുക്കണേന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡ്രീമി എഫക്റ്റ് എങ്ങനെ കൊടുക്കാന്നുള്ളത്. അതിൻ്റെ കാര്യം ഞാൻ ഇതിൻ്റെ മുകളിൽ കൊടുത്തേക്കാം. സോ ഇതുപോലെ നമുക്ക് നമ്മുടെ വീഡിയോസ് ഇതുപോലെ നല്ല അടിപൊളിയാക്കി കളർ ഗ്രേഡൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. സോ ഇത്രേ ഉള്ളൂ. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ലെറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ വീഡിയോ നല്ല അടിപൊളി കളർ ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോ ഈ ലെറ്റിൻ്റെ ഡ്രൈവിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അധികം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് എൻ്റെ ഈ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ബൈ.